ഹേ ഗൈസ്, വെൽക്കം ടു എ പുതിയൊരു വ്ളോഗ്. അപ്പോൾ ഇന്നൊരു വാഴ വ്ളോഗാണ് സുഹൃത്തുക്കളെ. ഈ വാഴ വെച്ചിട്ട് കുറേ ദിവസങ്ങളായി. വാഴ നല്ലോണം വളർന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ട് പോവാനായിട്ടൊന്നും പറ്റിയില്ല, അതിന് പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. വാഴ വെച്ചിട്ട് ആ സൈഡിലോട്ട് പിന്നെ ഞാൻ മൈൻഡേ ചെയ്തിട്ടില്ല. എനിക്ക് വെച്ചപ്പോഴത്തേന് എനിക്ക് വാഴയ്ക്ക് വെള്ളം ഒഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നടന്നില്ല കേട്ടാ. കിളിച്ച് ഞാൻ ഒരു വാഴ വെച്ചായിരുന്നു ഗൈസ്, അത് കിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വാഴയുടെ തൈ മേടിക്കാൻ പോയതും വാഴ വെച്ചതും ഒക്കെ ആയിട്ടൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്. നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേന് ഞങ്ങൾ നേരെ കുടുംബ വീട്ടിൽ പോയിട്ട് ഇപ്പോഴത്തെ വാഴയുടെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ക്ലാസ് ഇങ്ങനെ വെക്കാൻ ഇവിടെ സ്വിച്ച് ഇല്ലേ? ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതെന്ത് പറ്റിങ്ങനെ? നമ്മുടെ പഴയ കാറിൽ ഇപ്പോഴും പഴയ സ്റ്റീരിയോയാ. ആ സി ഡി ഉണ്ടാ ചെയ്തത് ഇതിട്ട കേക്കോ? വർക്കാണോ സി ഡി? കഴിച്ച് ഇതൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ സി ഡി കിട്ടുക. ഓ, സീഡിയിലാണ് ഗൈസ് പാട്ട് വരുന്നത്. കോപ്പിറൈറ്റ് ആയിരിക്കും ചിലപ്പോ. ഇത് ഏത്തനാ തച്ചൻ വാഴയെ ചിക്കിയും മാന്തിയും പരിശോധിച്ചെടുക്കുകയുടെ സുഹൃത്തുക്കളെ. കുലുക്കിയൊക്കെ ചോന്ന് ഈ ശരിക്കും ഇതെങ്ങനെ നോക്കുന്ന ഒന്ന് പറഞ്ഞ, അതായത് ചുമ്മാ ഒരു ഷോയ്ക്ക് അങ്ങ് എടുക്കുക അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ ഏതെങ്കിലും എടുത്താൽ പോലെ ഇത്ര താമസം പിന്നെ അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും കണക്ക് തന്നെ. അച്ഛൻ ഞാൻ പറഞ്ഞ കണക്ക് ചെയ്യും. ഈ ഇലയുള്ളത് അത് പെട്ടെന്ന് കിളിക്കുന്നത് മണ്ടത്തരം കാണിക്കല്ലേ. ഇവിടെ അഴിവണോ? അഴിവണോ? ഇത് അഴിവിട്ടേ പൊടുപ്പ് വരും. അഴിവിയ ഇത് പന്നലാവത്തി ഇവിടെയാണ് അഴിവുന്നത് ചുറ്റും. എന്നിട്ട് ഇതിനകത്ത് പൊടുപ്പ് വരുന്നത് നേരെ ശക്തിക്ക് വരും. ഈ മുളച്ച വാഴ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോഴേ പിടിക്കും. പക്ഷെ പിടിച്ച് അങ്ങോട്ട് കയറി വന്നിട്ട് പിന്നെ ശക്തി കുറവായിരിക്കും. അതെന്ന് കഴിഞ്ഞാൽ പിന്നെ മന്ദഗതിയിൽ അവിടെ ഇരിക്കും. അപ്പൊ വളമിട്ട് കൊടുക്കണം, മനസ്സിലായോ? ഇലയൊക്കെ വന്നതിന് ശേഷം മറ്റേ പൊട്ടാസ്യം സൾഫേറ്റ് ഫ്യൂരിസൈഡ് ഒക്കെ എടുത്തിട്ട് കൊടുത്താൽ മുളച്ച് വരും. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള വാഴയാണ്. നാച്ചുറലാ. നമ്മളങ്ങനെ വാഴയുടെ മൂടൊക്കെ മേടിച്ചേട്ടോ. അമ്മേ വാഴക്കന്ന് മേടിച്ചു. 2-3 ആദ്യം കിട്ടും. 2-3 ഫ്രീ ആയിട്ടും കിട്ടി. ഫ്രീ ആയിട്ട് കിട്ടിയതിന്റെ സന്തോഷമാണ് അച്ഛൻ. ഇതിന്റെ സീറ്റ് ബെൽറ്റ് എവിടെ ചെയ്ത് കുരുങ്ങിയാണ്. എന്താ ഇത് പാവാടയുടെ വള്ളി കണക്ക് കിടക്കും. നോക്കി ഒരു സീറ്റ് ബെൽറ്റ് അങ്ങനെ വയസ്സായില്ലേ? ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചൂടേച്ചാ. ഇതിപ്പോ എന്നെ പിടിച്ചു വെച്ച് കെട്ടിയിടുമ്പോഴുണ്ട്. നമ്മൾ എത്ര കൂടി മേടിച്ചാ? നമ്മളൊരു 10-15 എണ്ണം മേടിച്ചു. 2-3 എണ്ണമൊക്കെ മതിയായിരുന്നു. ഇത്രയും കുഴി എടുക്കണ്ടേ? കഷ്ടപ്പാടാണ്. ഇനി നമ്മള് വാഴ നടുന്ന സമയം വരെ പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഇതിന്റെ ഒരു സന്തോഷം വലുതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഷ്ടപ്പെട്ടാലും നമ്മളത് കൊലച്ച് അതിന്റെ വിളവെടുക്കുന്ന ആ സമയത്ത് നമ്മള് അയ്യോ നമ്മളെ വാഴ നമ്മള് നോക്കിയതിന്റെ വാഴ എനിക്ക് അല്ലേലും സന്തോഷാച്ചാ. എനിക്ക് വെട്ടിക്കൊണ്ട് വന്ന് ഞാൻ കഴിക്കുമ്പോഴത്തെ ഏത് പഴമായാലും ശരി, ആരുടെ പഴം എനിക്കൊരു സന്തോഷമാണ്. ഞാൻ വെച്ചാലും ശരി, ആര് വെച്ചാലും എല്ലാവരുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. മനസ്സിലല്ലേ? ഇതിന് വാഴ വെക്കുന്ന സമയം വരാം. നമ്മള് കുടുംബ വീട്ടിലെത്തിയേട്ടാ. ഇവിടെ പുളിഞ്ചിക്ക് നിൽപ്പുണ്ട്. പുളിഞ്ചിക്കൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. ഭയങ്കര പുളി. പക്ഷെ ഇച്ചിരി ഉപ്പൂടെ ഉണ്ടെങ്കിൽ കഴിയാം. ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ ഇടണം. പറ്റുമോ? ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഇടണം. ഒന്നും തോന്നില്ല. എന്നാ ഇതോടെ നിന്നോ? ഒന്നും തോന്നില്ലല്ലോ. കൊറേ നാളായി ഏട്ടാ ഇതുവഴിയൊക്കെ വന്നിട്ട്. മൊത്തം കാട് പിടിച്ച് കിടക്കുക. പാമ്പൊക്കെ ഉണ്ടാവോ? കാണൂലായിരിക്കൂലേ? അങ്ങനെ കാണത്തൊന്നുമില്ല. ആദ്യം എന്തിനാ എവിടെ വെക്കുന്ന വാഴ? അതില്ല, ഫുള്ള് കാടാണ്. നടക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ മൊത്തം കാട് പിടിച്ച് കിടക്കും കേട്ടോ. പാമ്പൊക്കെ കാട് കേട്ടോ. എനിക്ക് പേടിയുണ്ട് ചെറിയ. അത് പെട്ടെന്ന് മാറുന്നില്ല ചാ. ഇത് സിമ്പിൾ അല്ലേ? ഇത് അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ സപ്പോർട്ട് ചെയ്യാം എല്ലാത്തിലും. അത് ഞാൻ വേറൊരു ടെക്നിക്ക് പറഞ്ഞിട്ടെ. അത് നമ്മുടെ കൈയല്ലേ, അതിങ്ങനെ പോച്ചലിങ്ങനെ ചുറ്റിയിട്ട് ഒറ്റ കുഴിയെടുക്കുകയാണ് ഗൈസ്. ഇവിടെ ഫുള്ള് കാടായിരുന്നു കേട്ടോ. നമ്മളല്ല അച്ഛൻ ഇത്രയും ഭാഗം വൃത്തിയാക്കി ഗൈസ്. അത് ഇത്രയും ചെറിയ കുഴി മതിയാ? കുറച്ചുകൂടെ ആഴത്തി എടുക്കണ്ടേ? ഒരുപാട് ആഴമൊന്നും വേണ്ട. ശരി, 2.5 അടിയൊക്കെ വേണം. 2.5 അടി ഭയങ്കര കുഴിയല്ലേ? അച്ഛൻ വീർത്ത്. ഞാൻ എടുക്കാം ഒരു കുഴി. അല്ലെങ്കിൽ അമ്മ വരുമ്പോ പറയും ഞാൻ ഒന്നും ചെയ്തില്ല. പറഞ്ഞു കൊടുത്തോണം കേട്ടല്ലേ, ഞാൻ അടുത്ത കുഴിയാണ്. എനിക്ക് വെട്ടി വലിയ ശീലമൊന്നുമില്ല, എന്നാലും വെട്ടി നോക്കുക. വാഴയെങ്കിൽ
അച്ഛൻ മണ്ണരൊക്കെ മണ്ണരയുണ്ട്, അതാ വളം ഉണ്ടെന്ന് പറഞ്ഞു. വളമുള്ള മണ്ണിനെ മണ്ണര കാണും. വലിയ മണ്ണര. രാസവളമൊക്കെ ഇട്ടുകൊണ്ട് ഈ പല വസ്തുവിലും മണ്ണര കാണത്തില്ല. ഇവിടെ മണ്ണരേ ഉള്ളു. മണ്ണര എന്ന് പറഞ്ഞാൽ ഭയങ്കര മണ്ണര. അതാണ് ഞാൻ പറഞ്ഞത്, വളം കുറച്ച് മതി. മണ്ണരേ ഇത് ചാവത്തില്ല, എത്ര വെട്ടിയാലും അത് അതിന് ജീവൻ കാണും മണ്ണരയ്ക്ക്. അത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അമ്മൂമ്മ തേച്ച ബ്രഷാന്ന് തോന്നുവച്ചാ. ഇതിപ്പോ തളരും കേട്ടാ, അതിനുള്ള വെട്ടാണ് ഇവ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന്റെ കുഴിക്കൊരു വൃത്തിയുണ്ട്, എന്റെ ഒരു വൃത്തിയില്ല കുഴിക്കല്ലേ. കുഴപ്പമൊന്നുമില്ല, ഇത് മാങ്ങേണ്ടി കുഴി. ഓക്കെ ഗൈസ്, മിഷൻ കംപ്ലീറ്റഡ്. കുഴി എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. കുഴി എടുത്ത് മണ്ണ് ഇളക്കിയിട്ടുണ്ട്. പണിയെടുത്ത് ബാക്കി വെട്ടിക്കോ. വെട്ടിക്കോ. ആക്ച്വലി ഈ രണ്ട് കുഴിയും ഇച്ചിരി ഗ്യാപ്പ് ഇടണ്ടായിരുന്നല്ലേ, ഇച്ചിരി അടുത്ത് പോയി. അമ്മ വന്നില്ലല്ലേ, എനിക്ക് വിശക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് സമയത്ത് ആഹാരം കൊടുക്കണമെന്ന് വരുന്നുണ്ടോ? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. 3 മണിയായി. എപ്പ പോയതാ ഞങ്ങള് വീട്ടിൽ നിന്ന്? അച്ഛനാണെങ്കിൽ ഇത് വിശന്ന് ഇവിടെ പണ്ടാരം തുടങ്ങിയിരിക്കുന്നുണ്ടേ. നട്ടത് ഗൈസ് അത് പറഞ്ഞില്ലല്ലോ. അച്ഛൻ ഇവിടെ ഓൾറെഡി കുറച്ച് വാഴകൾ നട്ടു വെച്ചിട്ടുണ്ട്. അത് എവിടെ വെച്ചാ? അതേണ്ട ഈ കുഴിയിലെല്ലാം വാഴയുണ്ട് കേട്ടോ. ഇതിന്റെ മണ്ടയിൽ കുറെ ഈ ചവറും എല്ലാം കൂടെ വാരിയിട്ടിട്ടുണ്ട്. ഇത് എന്തിനാ വെച്ചാ? എന്നാ പിന്നെ തണലത്ത് കേട്ടാ പോരെ. ഗൈസ് ഈ വീടിന്റെ ചുറ്റുഭാഗം മൊത്തം അച്ഛൻ വാഴ നട്ടു വെച്ചേക്കോട്ടെ. അങ്ങോട്ട് അവിടെ എല്ലാം വാഴ ഇട്ട് വെച്ചേക്കുക. ഇനി ബാക്കിൽ ആ ഒരു പോർഷനിലൂടെ മാത്രമേ വാഴ വെക്കുള്ളൂ. അതെ, ബാക്കി ഇത്രയും വാഴയും കൂടി ഇരിപ്പുണ്ട്. കണ്ണ് ഇതിനകത്ത് എത്ര വട്ടം വാഴ ഇത് പറഞ്ഞിരിക്കും അറിയാൻ വയ്യ. അച്ഛൻ പൊതി അങ്ങനെ കൊണ്ടാ? അച്ഛന് വേറെ പൊതി, എനിക്ക് വേറെ പൊതിയാ. അന്നേരം ഞാൻ ഇവിടെ കുറച്ച് പണിയെടുക്കുന്നോണ്ടാണ് എനിക്ക് കുറച്ച് ചോറ്. ഞാനും എടുത്ത അവിടെ ഒരു കുഴി പോയി നോക്കുന്നുണ്ട്. അല്ല അപ്പുറത്തെ കുഴിയുണ്ട്. എനിക്ക് തുറക്കണേ. ഓ മുട്ട പുറത്തേക്കുണ്ട് കേട്ടോ. ഇത് മറ്റേ അതല്ലേ, ചേമ്പല്ലേ? ഈ ചേമ്പ് ഇത് തിന്നുന്ന തന്നെ അമ്മ. അത് കായല്ല കണ്ടാ തിന്നുന്നതാണെന്ന് പറയത്തില്ല. ഞാൻ മറ്റേ ഈ സാധനം ഈ തോട്ടിന്റെ കരയിലൊക്കെ വളർന്നിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതെനിക്ക് മുമ്പ് തന്നിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. ചേമ്പ് കൊണ്ട് കാണിച്ചതാ കുഴപ്പമായിരുന്നു, കാണിക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ലേശം മീൻകറി അങ്ങോട്ട് ഒഴിക്കാം. അച്ഛൻ അങ്ങോട്ട് തിന്നാ മതിയോ? എന്നിട്ട് ഞാൻ തിന്നാം. കാക്ക ദൂരം എന്തോ തോരനും മുട്ടയൊക്കെ ഇങ്ങോട്ടേക്ക് ഭദ്രയുടെ വായിലോട്ട് തന്നെ പറ്റി. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ആദ്യം മീൻകറി മാത്രം കുഴച്ചങ്ങോട്ട് നോക്കാം. അടിപൊളി മീൻകറി, സൂപ്പർ. വിശന്നും കൂടെ ഇരിക്കുന്നതുകൊണ്ട് എന്തൊരു കിട്ടിയാലും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. തോരനും മുട്ടയും ഒരു മാങ്ങയും മീനോട് വെച്ച് തോതിഞ്ഞ് അടിപൊളിയല്ലേ, സൂപ്പർ. അച്ഛൻ്റെ ആണോ എൻ്റെ ആണോ ടേസ്റ്റ് നോക്ക്. ഇനി ഇങ്ങോട്ടോ. വലിയ വായ എൻ്റെത്. എങ്ങനുണ്ട്? സൂപ്പർ. നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് തിന്നുന്ന കാട്ടിലേക്ക് ഇരുന്ന് കഴിക്കുമ്പോ വേറൊരു വൈബാ, കാട് വൈബ്. കഴിച്ചിട്ട് വരാം. ആഞ്ഞ് വെട്ടങ്ങോട്ട്, ശക്തിയായിട്ട് വെട്ട്. എന്താ അതിന് അച്ഛൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ ഇപ്പം. അതാ ഈ കൈയുടെ മസിലൊക്കെ കണ്ടാ? ഇതെന്തൊരു ഉപയോഗം ഇല്ലാത്തതാണോ? അങ്ങോട്ട് എടുത്ത് വെട്ടിയാണ് നല്ലണക്ക്. മുണ്ടൊക്കെ അഴിച്ചിട്ടിട്ടാണ് വാഴ തടാൻ പോണത്. ഗായ്സ്, അപ്പൊ നമ്മള് മൊത്തം 4 കുഴി എടുത്തിട്ടുണ്ട് ഇല്ലേ ചാ? 2 ഞാനും അമ്മയും കുഴിച്ചത്, 2 അച്ഛൻ കുഴിച്ചത്. ഇതിങ്ങനെ നടുക ചിക്കൻ മാന്തിയൊക്കെ ഇടാ. പ്രാർത്ഥിക്ക എല്ലാരും, ഇത് നേരെ വരാൻ. മോളെ പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്, കാര്യമായിട്ട് പറഞ്ഞതാ. പഴം തിന്നാൻ വല്ല പാടുണ്ടോ? ശരിയാ, ഒരു പഴം തിന്നാനായിട്ട് നമുക്ക് എന്തൊരു എളുപ്പോ. ഒരു വാഴ നടാൻ വേണ്ടിട്ട് എന്തൊരു പാടാ. കുഴി എടുക്കണം, ഈ കന്ന് പോയി മേടിച്ചോണ്ട് വരണം. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടേച്ചാ. ഈ കന്നില്ലേ, ഇതൊരു വാഴയായിരുന്നല്ലോ. ഈ വാഴ എന്തിനാ വെട്ടിയത്? എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ആ വാഴ അവിടെ തന്നെ കിളിച്ചത് വലുതായി പഴമായിട്ട് വരൂലായിരുന്നാ? അവർക്കത് ഉണ്ടാക്കി വിറ്റാ പോരെ. അവരെന്ത് ചെയ്ത് വിൽക്കണം? ഒരു അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ പൊക്കിൾക്കുടി ബന്ധോ അത് വേർപെടുത്തൂലേ? പൊക്കിൾക്കുടി ഇത് തമ്മിൽ എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല. കാരണം ഇത് വാഴ കൊല വെട്ടി വാഴ, അപ്പൊ ഒരുമിച്ച് തള്ളയും പുള്ളയും ഒരുമിച്ച് നിന്ന കൊല വീണ് വെട്ടിക്കഴിഞ്ഞപ്പോ തള്ള മരിച്ചോ? പിന്നെ അതിനെ വെട്ടിക്കളഞ്ഞില്ലേ? അതിന്റെ കുഞ്ഞുങ്ങള്, പിന്നെ അതിന്റെ കുട്ടികളല്ലേ വരുന്നേ. അവര് അവിടെ കിടന്ന് വളരൂലേ?
അത് ഒരുമിച്ച് നിന്ന് വളരൂലല്ലോ. എനിക്ക് അതല്ല, അറിഞ്ഞൂടാ നന്നാവൂല. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അതിന്റെ സൈഡിൽ തന്നെ അത് കിടന്ന് വളർന്ന് ഇതാ കൊലയാവൂലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അവിടുന്ന് പിരിച്ചെടുത്തോണ്ടെങ്കിൽ നമുക്കിപ്പോ ഈ കണ്ണ് കിട്ടിയത്. അച്ഛ ഒരു വാഴ എനിക്ക് നടാൻ താച്ച. അച്ഛ വേണ്ട പറഞ്ഞു തീരുന്നതിന് മുമ്പ് മൊത്തം നട്ട്. ഇത് എത്ര മിനിറ്റ് ആയി? 4.5 മിനിറ്റിൽ മൊത്തം നട്ട് തീർത്തച്ഛൻ. ഈ വാഴ ഞാൻ നടും സുഹൃത്തുക്കളെ. ഇതെന്തരാകുമെന്ന് നേരെ വരും. ഞാൻ സാധാരണ ഇന്ന് വരെ ഒരു സാധനം നട്ടതില് ഒന്നും കിളിച്ചിട്ടില്ല. ഞാൻ പണ്ടൊരു ഇത് നട്ട് മറ്റേ മാതളം നട്ട്. ഇല്ല, നീ വെച്ച കായ്ക്കും. കഴിക്കൂ. അന്ന് കായ്ച്ചായിരുന്നു. കാ പിടിച്ചിട്ടാ പിന്നെ പോയ. കാ കൊള്ളത്തില്ലായിരുന്നു. പേട്ടുകായ പിടിച്ചത്. എന്തായാലും നമുക്ക് ഇതെന്താവും നോക്കാം. എന്തായാലും നോക്കാം. എന്റെ മനസ്സ് പറയുന്നത് ഇത് വലിയൊരു ഈ നിൽക്കുന്ന വാഴയെക്കാട്ടി ഏറ്റവും വലിയൊരു വാഴ ഇതായിരിക്കും. നല്ലൊരു കൊല. നോക്കാം. എന്തായാലും ഐശ്വര്യമായിട്ട് വെച്ചോളൂ. ഇതെങ്കിലും ഒന്ന്. ഓ പാടാ. ആദ്യത്തെ അല്ലേ അച്ഛൻ? എന്റെ കന്നി വാഴ ഞാൻ വെച്ച ആദ്യത്തെ വാഴ. എനിക്കൊരു പ്രത്യേക സ്നേഹം തോന്നുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വന്ന് നോക്കും. അപ്പൊ നീ വളർന്ന് വലുതായി ഇലയൊക്കെ ആയിട്ട് നിക്കണം കേട്ടാ. മുക്കി മുക്കി വല്ലതൊക്കെ മുക്കലേ ഉള്ളു. ഇവര് പിള്ളേർക്ക് അവർക്കൊക്കെ കഷ്ടപ്പാട് മണ്ണൊക്കെ. വാഴ വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഹാപ്പി ഞാൻ ഹാപ്പി കേസ്. എനിക്ക് എന്തോ ഒരു സ്നേഹമൊക്കെ തോന്നി എന്നോട്. അത് കിളിച്ച് ഇലയൊക്കെ വരുന്ന കാണുമ്പോ ഒരു സന്തോഷമായിരിക്കും കേസ്. രാവിലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും കേട്ടോ കാര്യമായിട്ട്. തുടങ്ങും നമുക്കൊരു ഇഷ്ടം തോന്നും. അത് രാവിലെ കിളിച്ചോ, അതിന് വെള്ളമുണ്ടോ, നനവുണ്ടോ, അത് വല്ലൊക്കെ കേറിയോ. നമ്മള് ഒരുപാട് പരിപാലിച്ച് നട്ടാലും അത് ചിലപ്പോ കിളിക്കത്തില്ല. നമ്മള് ചുമ്മാ കൊണ്ട് കളയുന്നതൊക്കെ ആയിരിക്കും കിളിക്കണം. നല്ലോണം അധ്വാനിക്കുന്ന ജനസമൂഹമേ കുടുംബ വീട്ടിലെത്തി കേസ്. വാഴയൊക്കെ വളർന്നില്ലേ? ഇതൊക്കെ നേരത്തെ വെച്ചല്ലേ? ഇവിടെ കൊല്ലം നമ്മള് വെച്ചത് വാഴ. ഇല്ല ഞാൻ വെച്ച വാഴ ഞാൻ കാണിച്ചു തരാം കേസ്. എനിക്കൊന്ന് ഞാൻ വെച്ചായിരിക്കും ഏറ്റവും ബിഗ്. സാധാരണ അമ്മായിരി വെപ്പാ ഞാൻ വെച്ചത്. ഞാൻ വെച്ച വാഴ തോണ്ടേ അങ്ങോട്ട് വളർന്നില്ല കേട്ടോ. ഇത് അച്ഛ അത് മുരടിച്ചച്ച. ഇത് ഇതാണ് ഏറ്റവും ചെറുത്. ചെപ്പിട്ടിലല്ല, അതിന്റെ ഇല നോക്ക്. അച്ഛൻ എന്നെ സമാധാനിപ്പിക്കുവാണ്. ഇല്ല, അത് വരും. അതിന് സൈസായി വരുന്നില്ലേ. ഓടെ ബാക്കിയെല്ലാം വലുത്. ഇതുകൊണ്ടേ ഈ വാഴയൊക്കെ വലുതായി, എന്റേത് ചെറുത്. അത് വേറെയാണോ? ഇത് കണ്ടോ റോബസ്റ്റ്. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടല്ല അത് റോബസ്റ്റ്. ഓ അത് വളർന്നതേ ഇല്ലല്ലേ? അതെന്ത് പറ്റി? അങ്ങനെയല്ല. അയ്യ ഇതാര് വെച്ചത്? അമ്മ വെച്ചേണ്ടാന്ന് തോന്നുന്നത്. അത് വളർന്നില്ല. എന്തിനാ ഈ വളമിടുന്ന? മറ്റേ കോഴി കാട്ടം വേറെന്തിരിടും? എല്ലുപൊടി ആദ്യം നമ്മള് അത്രേ ഉള്ളൂ. ചുണ്ണാമ്പ് അങ്ങനെയൊന്നുമില്ല. വളം കുമ്മായം. ഇനി നമുക്ക് ചീര, മുളക്, പാവയ്ക്ക, പയറ് ഇതൊക്കെ നടണം കേട്ടോ. പടവലം എല്ലാം പറ്റും അച്ഛനെ കൊണ്ട്. വന്നല്ലോ. അതൊക്കെ മേടിച്ചോ? വിത്ത് മേടിച്ച്. ഇനി നമുക്ക് പച്ചക്കറി ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കും. ഈ തൈ നടണം കേട്ടോ. ഇനി ഇതെന്തിനു മുളക്? ഉണ്ടമുളകാണോ? പയറ് വിത്ത്. ഇത് പിന്നെ ചീര വിത്ത്. ഇത് പടവലം. ഒരു സാമ്പാറിനുള്ള സാധനമുണ്ട്. ഇതെന്ന് സാമ്പാർ ആവും ഇതിന്. ഇതാണോ വളം? ഇത് മണ്ണല്ലേ? ഇല്ല, ഇതാണ് കോഴിവളം. കോഴിയാ? കോഴിവളം. ചെറിയൊരു നാറ്റുണ്ട് കേട്ടോ. കൈ വെച്ചെടുത്തോ? എടുത്തോ. നമ്മൾ കൃഷി ചെയ്യുമ്പോ നമ്മള് മണ്ണുമായിട്ട് ഇണങ്ങി ചേർന്ന് ഇതാണ് വളമാണ് കേട്ടോ ഇടുന്ന. അപ്പൊ വാഴക്ക് ഇടൂലേ? മറ്റേ ഫാറ്റംബോസ് സൾഫൈഡ് എടുത്തിട്. ഇതിന് ആദ്യം ഇത് മിക്കവാറും ഇത് പൊടിക്കത്തില്ല കേട്ടോ. അമ്മാരി തള്ളായിരുന്നു തള്ളുന്ന. ഇത് മൂടോടെ പുഴുത് കരിഞ്ഞു പോവാനാ. ഇവിടെ നമുക്ക് ജടായിപ്പാറ കാണാൻ പറ്റും കേട്ടോ. ഇനിയിപ്പം ഈ വാഴകളെല്ലാം വളർന്നിട്ട് ഒരു 7-8 മാസം ആകുമ്പോഴത്തേന് നമുക്ക് കൊലയൊക്കെ വരാറാവും. അപ്പോഴത്തേന് ഞങ്ങൾ വന്ന് വിളവൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ വെച്ച് പഴിപ്പിച്ച് ഞങ്ങൾ തന്നെ തിന്നും. കൊടുക്കത്തില്ല ഇത് പുറത്ത്. അച്ഛൻ കഷ്ടപ്പെട്ടതല്ലേ. അത് ഈ ചാക്കിലൊക്കെ കെട്ടി പൊതിഞ്ഞു നോക്കി അല്ലേ? മഴ വരുന്നു ഗൈസ്. അപ്പൊ അത്രേ ഉള്ളു ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പൊ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.